അദ്ദേഹം വളരെ ഷാർപ്പാണ്, എല്ലാറ്റിനും ഷാർപ്പ് ആൻഡ് ഷൂഡാണ്. അദ്ദേഹം എടുക്കുന്ന തീരുമാനം, മനസ്സിൻ്റെ അകത്തൊരു തീരുമാനം എടുത്താൽ ആ തീരുമാനത്തിൻ്റെ വ്യതിചലിക്കാതെ അതിൻ്റെ ഉള്ളിൽ പോകുന്നൊരു സ്വഭാവത്തിൻ്റെ ഉടമയാണ് അദ്ദേഹം. ഒരു എതിരാളി വന്നാൽ ആ എതിരാളിനെ നശിപ്പിക്കാൻ തീരുമാനിച്ചാൽ നശിപ്പിക്കുന്നവരെ അദ്ദേഹത്തിന് ഉറക്കം കിട്ടില്ല. അത് പാർട്ടിക്കകത്തായാലും പാർട്ടിക്ക് പുറത്തായാലും. പിന്നെ മനസ്സ് വളരെ ക്രൂരമാണ്, വളരെ ക്രൂരമാണ്. ഒരു ദയ അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ അകത്തില്ല. അദ്ദേഹത്തിൻ്റെ ബോഡി ഗാർഡായി നടന്ന ഒരു കക്ഷി ഇയാളുമായിട്ട് ഇത്തിരി അകന്ന് മാറി നിന്നപ്പോൾ അദ്ദേഹത്തെക്കുറിച്ചൊരു സംശയം മനസ്സിൽ വെച്ചിട്ട് ആളെ അയച്ച് വെട്ടിക്കൊന്നൊരു സംഭവമുണ്ട് അവിടെ. വെണ്ടുട്ടായി ബാബു അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിയെ പോലെ ബോഡി ഗാർഡിനെ പോലെ നടന്ന ഒരാളാണ് വെണ്ടുട്ടായി ബാബു. അത് കൊന്നു എന്ന് മാത്രമല്ല, വെണ്ടുട്ടായി ബാബുവിനെ കൊന്ന ദിവസം പിണറായി പഞ്ചായത്തിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു പുള്ളി. ആരും ഈ വീട്ടിൽ പോകാൻ പാടില്ല, ആരും ആശുപത്രിയിൽ പോകാൻ പാടില്ല. അങ്ങനെ ആ പ്രദേശത്തെ സഖാക്കന്മാർ മാത്രമുള്ളൊരു പ്രദേശം, ആ വീട്ടിലേക്ക് ഒരു സാധനം കൊടുക്കരുത് എന്ന് പറഞ്ഞ് വിലക്കി. ആരും വന്നില്ല. ബോഡി മറവ് ചെയ്യാൻ പോലും അവിടെ ആളുണ്ടായില്ല. അവരടുത്ത കുടുംബക്കാർ മാത്രമാണ്. വർഷം ഓർമ്മിക്കണം, കറക്റ്റ് പറയാൻ ഓർമ്മയില്ല. വെണ്ടുട്ടായി ബാബു. എന്നിട്ട് അവിടെ നിന്ന് അന്ന് SN കോളേജിലെ യൂണിയൻ്റെ വൈസ് ചെയർമാൻ ആ പ്രദേശത്തുള്ള പെൺകുട്ടിയുണ്ട് നമ്മളെ. അവരെന്നെ വിളിച്ചിട്ട് ഞാൻ എൻ്റെ പ്രദേശത്തുനിന്ന് വണ്ടിയും മാക്സും പിക്കാസും ഒക്കെ ആയിട്ട് ആളെ അയച്ചിട്ടാണ് അവിടെ ബോഡി മറവ് ചെയ്തത്. ആ ഒരു മനസ്സുണ്ടല്ലോ, അതിൻ്റെ നാലയൽപക്കത്ത് നമ്മളൊന്നുമില്ല. എന്താണ് ആവശ്യമില്ലാതെ ഒരു പഴയ കാലത്തെ കഥ എന്തിനാണ് എടുത്തുകൊണ്ടിരുന്നത്? ഞാൻ കോൺഗ്രസിൻ്റെ അകത്ത് സംഘടനാ കോൺഗ്രസ് 69 സ്പ്ലിറ്റിൽ ഞാൻ സംഘടനാ കോൺഗ്രസ്സാണ്. അന്ന് എനിക്കത് തോന്നി. എനിക്ക് എൻ്റെ ശരിയെന്ന് അതായിരുന്നു. ഹൈക്കമാൻഡിൻ്റെ തീരുമാനമാണ് അവിടെ വാലിയേറ്റ് ചെയ്യപ്പെട്ടത്. ഹൈക്കമാൻഡോടൊപ്പം ഞാൻ നിന്നു, അത്രയേ ഉള്ളൂ. ഞാനൊന്നും വേറെ ചെയ്തിട്ടൊന്നുമില്ല. ഇന്ദിരാഗാന്ധിയോട് ആരോടെങ്കിലും എനിക്ക് ഒരു ഐവറ വ്യത്യാസമില്ല, വെറുപ്പില്ല, വിദ്വേഷമൊന്നുമില്ല. കുടുംബത്തെ ബഹുമാനിക്കുന്ന ആരാധിക്കുന്ന ഒരാളാണ് ഞാൻ. സംഘടനാ കോൺഗ്രസ് ആയിരുന്നു. സംഘടനാ കോൺഗ്രസ് ആയിരിക്കുമ്പോൾ KSUവിൻ്റെ തലശ്ശേരി താലൂക്ക് KSU പ്രസിഡൻ്റായിരുന്നു ഞാൻ അന്ന്. ബ്രണ്ണൻ കോളേജിൽ പഠിക്കുന്നു. അപ്പോഴാണ് അടിയന്തരാവസ്ഥ വന്നത്. എന്നെ അറസ്റ്റ് ചെയ്തിരുന്നു. 6-7 മാസം ഞാൻ ജയിലിലുണ്ടായിരുന്നു. അടിയന്തരാവസ്ഥ ഒരിക്കലും ശരിയല്ല. ഒരു രാജ്യത്തെ ജനങ്ങളുടെ ജന്മാവകാശം, ഒരു ജനാധിപത്യ അവകാശങ്ങൾ ധ്വംസിക്കുന്നതും തകർക്കുന്നതും ഏത് ഭരണകൂടമായാലും അത് തെറ്റാണ്. അതൊരു എൻ്റെ വീക്ഷണം തന്നെയാണത്. ആര് വന്നാലും ജനങ്ങളെ ഒരു ഫ്രീഡത്തിന് ചങ്ങലയിടുക എന്ന് പറയുന്നത് ഒരു പരിഷ്കൃത രാജ്യത്തിനും ഭൂഷണമല്ല. അങ്ങനെ ഒരു അടിയന്തരാവസ്ഥ ഇന്ത്യ രാജ്യത്ത് ഇനിയൊരിക്കലും വരാൻ പാടില്ല എന്നും ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. താങ്കളോടൊപ്പം അടിയന്തരാവസ്ഥക്കാലത്ത് ഒപ്പം നല്ല ജയിലിൽ കിടന്ന ഒരാളാണ് ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. അദ്ദേഹവുമായിട്ടുള്ള താങ്കളുടെ ഇക്വേഷൻ എങ്ങനെയാണ്? അദ്ദേഹം എൻ്റെ രാഷ്ട്രീയ എതിരാളിയാണ്. ഇപ്പോൾ കേരളത്തിൽ എൻ്റെ രാഷ്ട്രീയ എതിരാളി CPM ആണ്. CPMൻ്റെ അതിപ്പോൾ കോളേജിൽ പഠിക്കുന്ന കാലം മുതലേ അദ്ദേഹം SFI, ഞാൻ KSU ആയിട്ട് വർക്ക് ചെയ്ത് വന്നയാളാണ്. ആ അഭിപ്രായ വ്യത്യാസം ഇപ്പോഴുണ്ട്, അത്രയേ ഉള്ളൂ. വളരെ അടുത്തറിയാമല്ലോ, എല്ലാറ്റും അറിയാം. പരസ്പരം അറിയാം. അന്ന് തുടങ്ങിയ ഒരു ഈഗോ ഒന്നുമില്ല. ഇതിൻ്റെ അകത്ത് എന്താ ഈഗോ വന്നിരിക്കുന്നത്? എന്നെ കൊണ്ട് ചെയ്യാവുന്നത് ഞാൻ ചെയ്യും, അദ്ദേഹത്തിനെ കൊണ്ട് ചെയ്യാവുന്നത് അദ്ദേഹം ചെയ്യും. നമ്മൾ തമ്മിൽ നേരിട്ട് ഫൈറ്റ് ചെയ്യാനൊന്നും പോകുന്നില്ലല്ലോ. അദ്ദേഹത്തിൽ എന്തെങ്കിലും ഒരു നല്ല ക്വാളിറ്റി സാർ കണ്ടിട്ടുണ്ടോ? ഒരു നല്ല ഗുണം പിണറായി വിജയൻ എന്ന വ്യക്തിയിലുണ്ടോ? അദ്ദേഹം അന്നത്തെ കാലത്തൊക്കെ പുള്ളി പാർട്ടിൻ്റെ അകത്ത് ഹാർഡ് വർക്കറായിരുന്നു. ഏത് പ്രതിസന്ധിയും പുള്ളി തരണം ചെയ്യാൻ നിൽക്കും, മുൻപിൽ നിൽക്കും. ആ ഒരു സിൻസിയറിറ്റി ടു പാർട്ടി, അത് അദ്ദേഹത്തിൻ്റെ ഒരു വലിയൊരു അസറ്റ് തന്നെയാണ്. ബാക്കിയെല്ലാം നോക്കിയാൽ നമുക്ക് ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും. ഇടക്കേരളത്തിൽ ഈ ബ്രണ്ണൻ കോളേജിൽ വിദ്യാർത്ഥി കാലം പറഞ്ഞിട്ട് താങ്കളും അതെ പിണറായി വിജയനും അതെ വിദ്യാർത്ഥി കാലത്ത് ഞങ്ങളെ ശത്രുക്കളായിരുന്നു എന്ന് പറയുകയുണ്ടായിരുന്നു. എനിക്കൊന്ന് പൊതുസമൂഹത്തിന് നിങ്ങളുടെ ഈ രണ്ടുപേരുടെയും കുറച്ചൊരു വീരവാദം പോലെ തോന്നാവുന്ന ഈ സ്റ്റേറ്റ്മെന്റ്സ് കുറച്ചൊരു ചൈൽഡിഷ് ആയിട്ടല്ലേ തോന്നുന്നത്? ബാലിശമല്ലേ? നിങ്ങൾ ചോദിക്കുന്നത് കൊണ്ടാണ് ഇത് പറയേണ്ടി വരുന്നു അല്ലേ? പറയില്ലല്ലോ. നിങ്ങൾ കുത്തി ചോദിക്കുന്നതുകൊണ്ടല്ലേ പറയുന്നത്. നമ്മളിപ്പോൾ അങ്ങോട്ട് പറഞ്ഞല്ലല്ലോ, നിങ്ങൾ ഇങ്ങോട്ട് ചോദിച്ചതല്ലേ. ഞാൻ പറഞ്ഞതല്ലല്ലോ അങ്ങോട്ടേക്ക്, നിങ്ങൾ ഇങ്ങോട്ട് ചോദിച്ചതാണ്. നിങ്ങൾ ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ലേ, നിങ്ങൾ എന്താ പറയുക? അഹന്ത എന്ന് പറയും. അതിന് പേര് വേറെ വരും, അഹന്ത എന്ന് പറയും. നിങ്ങൾ പറഞ്ഞാൽ നമ്മളത് ചൈൽഡിഷാന്ന് പറയും. നമ്മളിപ്പോൾ എന്താ പറയേണ്ടത് എനിക്ക് തിരിഞ്ഞിട്ടില്ല. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള
വലിയ സ്റ്റേറ്റ്മെന്റ് ഓറുണ്ടായിരുന്നല്ലോ. ഒരിക്കലും സംഭവിക്കും, പിന്നീട് ഉണ്ടായില്ല. ഇല്ല പിന്നെ ഉണ്ടായില്ല. പിന്നെ അദ്ദേഹം, ഞാൻ വരുന്ന കൊല്ലം അദ്ദേഹം കോളേജ് വിട്ടതാണ്. പിന്നെ പരീക്ഷയ്ക്ക് എഴുതാൻ വന്നൊരു സന്ദർഭത്തിലാണ് ഒരു വിഷയം ഉണ്ടായത് അവിടെ. അതല്ലാതെ ഞാനും അയാളും തമ്മിൽ നേരിട്ട് അങ്ങനെ വലിയൊരു ഫൈറ്റിലൊന്നും എടിയും പോയിട്ടൊന്നുമില്ല. ഇപ്പോഴും മുഖ്യമന്ത്രിയുമായിട്ടൊരു പേഴ്സണൽ റിലേഷൻ ഉണ്ടോ? ഇല്ല സംസാരിക്കില്ല. ഇല്ല, ഞാനല്ല സംസാരിക്കാത്തത്. ഞാനിങ്ങനെ നടന്നു വരുന്നുണ്ടെങ്കിൽ അപ്പോഴേ അദ്ദേഹം ഇങ്ങനെയാക്കും. ഞാൻ കൊടിയേരി സാറിന്റെ അവിടെ ബോഡി കൊണ്ടുവന്ന സമയത്ത് ഞാൻ അവിടെ ഞാൻ കയറി തൊഴുതില്ല. ഞാൻ ഇങ്ങനെ ചെയ്തു. അത് പുള്ളി എഴുന്നേറ്റപ്പോൾ ഞാനൊന്ന് പ്രതികരിച്ചിട്ടില്ലെങ്കിൽ ഞാനൊരു മനുഷ്യനല്ലല്ലോ. ഞാൻ കയ്യെത്തിയാക്കി. ഞാൻ അങ്ങോട്ട് പോയി അവരെ ബാക്കി മന്ത്രിമാരെല്ലാം കണ്ട് തിരിച്ചു വരുമ്പോൾ പുള്ളി എഴുന്നേറ്റാൻ നോക്കി. ഞാൻ അങ്ങനെയാക്കി ഞാനിങ്ങ് പോന്നു. വർത്താനൊന്നുമില്ല. ആണ് അത് അദ്ദേഹം അത് കാണിച്ചുകൊണ്ട് ഞാനും കാണിച്ചു. ഇനി കുറച്ചുകൂടി അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു പേഴ്സണൽ ലെവലിൽ അതൊന്നും അവിടെ നടക്കൂല. ഈ കൊടിയേരിയുടെ കാര്യം ചോദിച്ചപ്പോൾ തന്നെ താങ്കൾ ഇടയ്ക്ക് ഒരു പത്രസമ്മേളനത്തിലും പറഞ്ഞു, സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ ചർച്ചയായ കാര്യമാണ് ഈ കൊടിയേരിയുടെ ഫ്യൂണറലൊക്കെ സംസ്കാരമൊക്കെ വളരെ തിടുക്കപ്പെട്ടാണ് നടത്തിയത്. അത് പാർട്ടി കൊടിയേരിയോട് ഒരു അർഹിക്കുന്ന നീതി പുലർത്തിയില്ല എന്ന് ചിലർക്കെങ്കിലും അഭിപ്രായമുണ്ട്. ചിലർക്കല്ല, പാർട്ടിക്കകത്ത് തന്നെ ശക്തമായ അഭിപ്രായമുണ്ട്. തിരുവനന്തപുരമാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖല. തിരുവനന്തപുരത്ത് എന്തുകൊണ്ട് ബോഡി വെച്ചില്ല? ഇവിടെയാണ് പാർട്ടിയുടെ ആസ്ഥാനം. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് കോടിയേരി ബാലകൃഷ്ണൻ. ആ ബോഡി ആദ്യം വെക്കേണ്ടത് ഈ പാർട്ടി സംസ്ഥാന ഓഫീസിലല്ലേ. എന്തുകൊണ്ട് ഇവിടെ വെച്ചില്ല? ഇവിടെ വെച്ചാൽ 5-6 മണിക്കൂർ പോകും. പുള്ളിക്ക് വേറെ പോകാനുണ്ട്. അഡ്ജസ്റ്റ് ചെയ്താണ് അദ്ദേഹം എല്ലാ പരിപാടിയും ആസൂത്രണം ചെയ്തത്. നേരെ തലശ്ശേരി കൊണ്ടുപോയി വെച്ചു. തലശ്ശേരിയിൽ നിന്ന് നേരെ കണ്ണൂരേക്ക് എടുത്തു. കണ്ണൂരിൽ നിന്ന് അദ്ദേഹം പ്രസംഗിക്കുമ്പം വികാരഭരിതനായി അദ്ദേഹം സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ പ്രസംഗം നിർത്തി. അപ്പോഴും യാത്രേൻ്റെ പാക്കേജിങ് നടക്കുകയാണ്. പക്ഷെ ആ അലിഗേഷൻ കുറച്ചൊരു പെറ്റി അലിഗേഷൻ അല്ലേ? ഞാൻ ചോദിക്കുന്നത് എന്താ വെച്ചാൽ അങ്ങൊരു മുൻ മന്ത്രി കൂടെയാണ്. ഒരു മുഖ്യമന്ത്രിക്ക് ഭരണപരമായി ഒരുപാട് തിരക്കുകൾ ഉണ്ടാവും, ഭരണപരമായി അദ്ദേഹത്തിന് യാത്രകൾ വേണ്ടി വരും. അപ്പൊ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ സമയം അതിനുവേണ്ടി ക്രമീകരിക്കുന്നതിൽ തെറ്റുണ്ടോ? അതൊരു തെറ്റില്ല. ക്രമീകരിക്കുന്നത് ഇത് ഔദ്യോഗികമായ പരിപാടിയാണെങ്കിൽ എന്തിനീ മകളെയും മക്കളെയും കൊണ്ട് കൊച്ചുമക്കളെയും കൊണ്ട് പോകുന്നത്? ഭാര്യ സ്റ്റേറ്റിൻ്റെ ഗസ്റ്റാണ്, ശരി, അംഗീകരിക്കാം. എന്തിനീ മകനും ഒക്കെ ഇതിൻ്റെ അകത്തേക്ക് കയറി പോകുന്ന കാര്യം എന്തെന്നാ? ഔദ്യോഗികമായ ഒരു ഫംഗ്ഷന് പോകുമ്പം അങ്ങനെ സാധാരണ അങ്ങനെ ഉണ്ടോ? മറ്റു മുഖ്യമന്ത്രിമാർ കൊണ്ടുപോയിട്ടുണ്ടോ? ഇതിനത്തിലെ ചിലവ് വന്നത് അദ്ദേഹം ഫ്ലൈറ്റിലാണ്, ഇതിൽ ഹെലികോപ്റ്ററിലാണ് അവർ എയർപോർട്ടിലേക്ക് പോയത്. 5 ലക്ഷം രൂപയാണ്. ആരതാ പൈസ? ആരെങ്കിലും പ്രൈവറ്റ് പാർട്ടി കൊടുത്തിനോ എന്നറിയില്ല. പക്ഷെ എന്തായാലും ഈ ചിലവൊക്കെ പോകുന്നത് ഈ സംസ്ഥാനത്തിൻ്റെ ട്രഷറിയിൽ നിന്നല്ലേ അല്ലേ? അതിൻ്റെ റിസൾട്ട് എന്താണ്? എത്ര തവണ അദ്ദേഹം പോയി? ഇവിടെ എന്താ റിസൾട്ട് ഉണ്ടായത്? ഏത് റിസൾട്ടാണ് അദ്ദേഹത്തിന് എടുത്തു പറയാവുന്ന റിസൾട്ട് ഉണ്ടാക്കിയത്? നിങ്ങൾ പറയും. ഇത്രയും പൈസ, ഇത്രയും കോടികൾ ചെലവഴിച്ചിട്ടും എന്ത് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റി? പിണറായി വിജയൻ സ്വന്തം സഹോദരനാണ് എന്ന് പറഞ്ഞ് വിതുമ്പി പ്രസംഗം നിർത്തിയ അദ്ദേഹത്തിന് പോകുന്നതിന് ഒരു തടസ്സം ഉണ്ടായില്ല. മാറ്റാനൊക്കെ പറ്റുന്നതാണ് ആ പരിപാടി. അതിപ്പോൾ എൻ്റെ വെർഷൻ വേണ്ട, അത് അവിടെ നിങ്ങൾ അന്വേഷിച്ചാൽ അറിയാം. അവർക്ക് മാറ്റാൻ പറ്റുന്ന പരിപാടിയാണ്. പക്ഷേ അന്ന് പോകണമെന്ന് നിർബന്ധമുണ്ട്. അതൊരു സ്വകാര്യ പാർട്ടികളുമായിട്ടുള്ള ഡിസ്കഷനാണ്. അതാണ് അതിൻ്റെ പ്രശ്നം. ഒരു സ്വകാര്യ പാർട്ടിയുമായിട്ടുള്ള ഡിസ്കഷൻ ആണല്ലോ അദ്ദേഹത്തിന്റെ യാത്ര പരിപാടി അനുസരിച്ച്. പരിപാടി വേറെയുണ്ട്, പരിപാടി ഔദ്യോഗികമായ പരിപാടിയുണ്ട്. പക്ഷേ ആ കൂട്ടത്തിൽ നടക്കുന്ന മറ്റു പല സംഭവങ്ങളുണ്ട്. അത് നിങ്ങൾ അറിയുന്നില്ല എന്നേ ഉള്ളൂ. സർക്കാരിൻ്റെ കാര്യം എന്ന് പറഞ്ഞു പോയി ചെയ്യുന്നതിൻ്റെ അകത്തൊക്കെ വ്യക്തിപരമായ താല്പര്യങ്ങൾ എല്ലാറ്റിലും ഉണ്ട്. ഒറ്റ പറഞ്ഞല്ലോ, അതൊക്കെ സതീശനതൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇതൊക്കെ നിയമസഭയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. അല്ല, ഇപ്പോഴത്തെ സംഭവത്തെ കുറിച്ച് പ്രതിപക്ഷം എന്ന നിലയ്ക്ക് ഇങ്ങനെ മുഖ്യമന്ത്രി താങ്കൾ പറഞ്ഞ പോലെ മുഖ്യമന്ത്രി പോയതൊരു സ്വകാര്യ പരിപാടിക്കാണ്, അതില് ഒരു കറപ്ഷൻ സ്വകാര്യ പരിപാടി എന്നല്ല, ഈ പരിപാടിയുടെ കൂട്ടത്തിൽ സ്വകാര്യ പരിപാടി ഉണ്ടെന്ന്. അതാണ് അതിലൊരു കറപ്ഷന്റെ എലമെന്റ് ഉണ്ടെന്നാണല്ലോ പറഞ്ഞു വരുന്നത്. സ്വാഭാവികമായിട്ടും പ്രതിപക്ഷം എന്തുകൊണ്ട് അത് ടേക്കപ്പ് ചെയ്യുന്നില്ല? അതൊരു അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടുക. ആരന്വേഷിക്കാൻ? ഇതിനേക്കാൾ വലിയ തെളിവുള്ള കേസുകൾ അന്വേഷിച്ചോ? പിണറായിൻ്റെ ലാവ്ലിൻ കേസിന് എന്താ വിധി പറയാത്തത്? നിങ്ങളെന്താ അത് എഴുതാത്തത്? 31 തവണ നീട്ടിയില്ലേ ജഡ്ജ്മെന്റ് പറയുന്നത്? ഇവിടുത്തെ മാധ്യമങ്ങൾ എന്താ ഉറങ്ങുകയാണോ? ആയിക്കോട്ടെ തന്നെ, സുപ്രീം കോടതി എന്തുകൊണ്ട് നീട്ടുന്നു?
ജഡ്ജി പറഞ്ഞ് ജഡ്ജി വിചാരിച്ചിരുന്നിട്ടെന്നാണ് ഞങ്ങളുടെ ധാരണ. അതെല്ലാം ഒരു ഇല്ലിസിറ്റ് കണക്ഷൻ്റെ പുറത്ത് ഭരിക്കുന്ന ഭരണകൂടം, ആ ഭരണകൂടത്തിൻ്റെ ഇൻ്റർഫിയറൻസാണ് 31 തവണ മാറ്റി ഒരു വിധി പറയുന്നത്. ആ വിധി പുറത്തു വന്നാൽ എന്നാലും അറിയാം പിണറായി വിജയൻ എവിടെയാണെന്ന്. ആ വിധി വന്നാൽ തന്നെ പിണറായി വിജയൻ കുറ്റക്കാരനാണോ അല്ലയോ എന്നുള്ളതല്ലല്ലോ അതിന്റെ വിധി. അതല്ലല്ലോ അതിലെ വേർഡിക്റ്റ് വരാൻ പോകുന്നത്. വാട്ടെവർ ബി ദ വേർഡിക്റ്റ്, അതിന്റെ വേർഡിക്റ്റ് പിണറായി വിജയൻ കുറ്റക്കാരനാണെന്നോ അല്ലെന്നോ അല്ല. അതിനകത്ത് അതിൻ്റെ ഡീഡിൻ്റെ അകത്തുള്ള പോരായ്മകളൊക്കെ വരുമല്ലോ, പുറത്ത് വരൂലേ സ്വാഭാവികമായും. അപ്പൊ ഇതൊരു ഗൂഢാലോചനയാണ്, ബിജെപിയും സിപിഎമ്മും തമ്മിലുള്ള ഒരു ഗൂഢാലോചന. ഇതിൻ്റെ അകത്ത് പിണറായി വിജയനെ സഹായിക്കുന്ന BJP ഗ്രൂപ്പ് ഉണ്ട്. അതല്ലെങ്കിൽ ഞാൻ ചോദിക്കുന്നത്, നമ്മളെ എയർപോർട്ടിൽ ഈ സംഭവങ്ങൾ നടന്നു, അവിടെ ED വന്നു, ED എന്തേ കേസെടുക്കാഞ്ഞത്? ഇതുവരെ ED കേസെടുത്തോ പിണറായിക്കെതിരെ? എന്ത് തെളിവ് പറഞ്ഞു? ഇവള് കൊടുത്ത തെളിവൊക്കെ ഇല്ലേ? എന്നാ മറ്റേ അവരുടെ പേര് ലേഡീൻ്റെ സ്വപ്ന സുരേഷ് കൊടുത്ത തെളിവില്ലേ? അവിടെ സ്റ്റേറ്റ്മെന്റ് ഇല്ലേ? അങ്ങനെ കള്ളക്കടത്തുകാരി എന്ന് പറയണ്ട, കള്ളക്കടത്തുകാരി എന്ന് പറഞ്ഞ ഒരാളെ താത്തണ്ട. കള്ളക്കടത്തുകാരി എന്ന് പറഞ്ഞ താത്ത അങ്ങനെയുള്ള ഒരാളെ എല്ലാ ആളുകളെയും നമ്മൾ ബഹിഷ്കരിക്കേണ്ടി വരും. ഇപ്പം അവർ ഒരുപാട് തെളിവുകൾ കൊണ്ടുവന്നിട്ടുണ്ട്, കോടതിയിൽ കൊടുത്തിട്ടുണ്ട്. കോടതിയിൽ കൊടുത്ത തെളിവുകൾ എന്നാലും ആ തെളിവില്ല, ഇത് തെളിവ് ശരിയല്ല എന്ന് പറഞ്ഞ് കോടതി തള്ളട്ടെ, നമ്മൾക്ക് അംഗീകരിക്കാം. എടുത്തിൻ്റെ കേസെടുത്ത് വന്നിട്ട് ഈ പറയുന്ന കേസ് ഒന്നും എടുത്തില്ലല്ലോ. പിണറായിക്കെതിരെയുള്ള ഏതെങ്കിലും ഒരു കേസ് രജിസ്റ്റർ ചെയ്തെന്ന് പാടം പറ. അവിടെ സ്വർണ്ണ കള്ളക്കടത്തുണ്ടായില്ലേ? ചെമ്പ് കുടത്തിൽ സ്വർണം കൊണ്ടാന്നു എന്ന് പറഞ്ഞില്ലേ? എന്താ വിശ്വസിക്കാതിരിക്കേണ്ട കാര്യം എന്തുവാ? തെളിവ് പറയുമ്പോൾ ക്ലിഫ് ഹൗസിലേക്ക് ഏടിയാന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ കടത്തിയ ഭാഗത്തുള്ള ആളും പറയുന്നുണ്ട്, അവിടെ നിന്നുള്ള ആളും പറയുന്നുണ്ട്. അതിനകത്ത് തെളിവുണ്ടല്ലോ, അവരുടെ സ്റ്റേറ്റ്മെന്റ് ഇല്ലേ? സ്റ്റേറ്റ്മെന്റ് ഇല്ലെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് എടുത്ത് കൊടുത്ത കൂട്ടം ശിക്ഷിക്കും നിങ്ങൾ. അത് തെറ്റാന്ന് പറഞ്ഞ് അവരെ നിങ്ങൾ ഇംപ്രസൻ ചെയ്യും. ഒരു ഭാഗത്ത് ഇതെല്ലാം നടക്കുകയും മറുഭാഗത്ത് ഇത് കേട്ടില്ല എന്ന് നടിക്കുകയും ചെയ്യുന്നൊരു സംഭവം എന്തായി? എത്ര അഴിമതി കഥകൾ അദ്ദേഹത്തിൻ്റെ ഈ കഴിഞ്ഞ 5 കൊല്ലത്തിലടക്ക് രമേശ് ചെന്നിത്തല എത്ര കംപ്ലൈൻറ്റ് പരാതികൾ എത്ര കൊടുത്തു? എത്ര പരാതികൾ അസംബ്ലിയിൽ ഉന്നയിച്ചു? ഏതെങ്കിലും പരാതിയെക്കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ.